അമ്മേ, എന്താ അമ്മേ ആർക്കൊരു സന്തോഷമില്ലാത്തത്? എന്റെ മോളൊരുങ്ങാൻ ഇന്ന് ഒത്തിരി നേരം എടുത്തു. നീ ഒരുപാട് സന്തോഷത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ ആ സന്തോഷം ഞങ്ങൾക്കാർക്കും ഇല്ല മോളെ. ചേച്ചി ഇനി ആ ഓഫീസിൽ പോണ്ട. അയാൾ ചേച്ചിയെ കെട്ടുവും വേണ്ട. രാവിലെ മുതൽ മൂളിപ്പാട്ടും പാടി നടക്കണം. നിന്നോടത് പറയാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ. അപ്പുറത്ത് മുത്തച്ഛൻ്റെ കൂടെ ഒരാൾ ഇരിപ്പുണ്ട്. മോളങ്ങോട്ട് ചെല്ല്, അദ്ദേഹം എല്ലാം പറയും. മോളെ, ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അതൊന്നും സത്യമാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സത്യമാണ് മോളെ, എല്ലാം സത്യമാണ്. നിങ്ങൾ വിറ്റ വീടും പറമ്പും വാങ്ങിയത് എൻ്റെ മകളാണ്. 1.5 കോടി രൂപ അവൾ തന്നു. പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ എത്തിയില്ല. എല്ലാം ഒപ്പിട്ടെങ്കിൽ വന്നോളൂ. സബ് രജിസ്ട്രാർ പോകാൻ ധൃതി കൂട്ടുന്നു. എന്നാ അമ്മാവനും ചേച്ചിയും ചെന്നോളൂ. പണം വാങ്ങിയില്ല. മൊത്തം കാശ് ഇതിലുണ്ട്. ഇതിനെ എണ്ണിയൊക്കെ നോക്കണ്ടേ? ഞാൻ വാങ്ങിച്ചു വെച്ചോളാം, നിങ്ങൾ പോയിക്കോ. മാഡം കൂടി അകത്തേക്ക് ചെല്ലണം. വാങ്ങുന്നവരും വിൽക്കുന്നവരും വേണമല്ലോ. ബാക്കി സംഭവിച്ചതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ മോൾക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നുണ്ട്. നിങ്ങളുടെ പണം ചെന്നെത്തിയത് മോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ്. അങ്ങനെ പറയുന്നതല്ല ശരി. ആ കാശുകൊണ്ടാ സാജൻ ബിസിനസ് തുടങ്ങിയത്. നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതിന്റെ പിന്നിലും എന്തോ ചതി കാണും. വീട് ഞങ്ങൾക്ക് സ്വന്തമായെങ്കിലും മനസമാധാനം എന്നൊന്നില്ലായിരുന്നു. നിങ്ങളുടെ കണ്ണുനീര് മാത്രമായിരുന്നു എൻ്റെ ഓർമ്മകളിൽ. അങ്ങനെ ഞാൻ മനസ്സിലുറപ്പിച്ചതാണ് ഇത് കണ്ടുപിടിക്കാൻ. ഇനി വൈകിച്ചുകൂടെ, നമുക്ക് പോണം. അവരെ 3 പേരെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം.